ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിക്കാസ. അപ്പം നമ്മളിന്നിവിടെ ചക്ക പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. ചക്കയുടെ സീസൺ കഴിയാറായി. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് 2 ചക്ക ഉണ്ടായിരുന്നു. പഴുത്ത് കിട്ടിയപ്പോൾ നമ്മൾ ഒന്ന് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ. 1 കപ്പ് ചക്ക നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 3 വെച്ച് ശർക്കര, 2 തേങ്ങാപ്പാൽ, പിന്നെ സാവോനരി, ഏലക്ക, കാഷ്യൂ. ചക്ക ഒന്ന് നന്നായിട്ട് അരച്ചിട്ടെടുത്തിട്ടുള്ള, നന്നായിട്ടെന്ന് വെച്ചാൽ ഫൈനായിട്ടില്ല, ഒരു തരിതരിപ്പായിട്ട് കുറച്ച് കടിക്കാനും ഒരു കഷ്ണം കിട്ടുന്ന രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫൈനായിട്ട് അരച്ചെടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ചുവട് കട്ടിയുള്ള പാൻ വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നെയ്യാണത്, അത് ഒഴിച്ചിട്ടുള്ളത്. അത് ഞാൻ പാല് വാങ്ങിക്കുന്ന പാട മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇൻഷാല്ലാ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചുള്ള ഈ ചക്ക ഇട്ട് കൊടുക്കാം. അതിന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിനിപ്പോൾ നമുക്ക് ഇങ്ങനെ പച്ചയ്ക്ക് അരക്കാതെ നമുക്ക് വേവിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. വേവിച്ചരച്ചെടുത്തിന് അങ്ങനെയും ചെയ്യാം. ഞാനത് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. 2 തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വഴറ്റണ്ട, നമുക്ക് കളർ ചേഞ്ച് ആവുകയൊന്നും വേണ്ട. ആ ഒരു റോ ടേസ്റ്റ് മാറിക്കിട്ടുന്ന അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. നമ്മൾ 3 വെച്ചെടുത്തുള്ളെങ്കിൽ അതൊരു മോഡറേറ്റ് മധുരം ആവുന്നുള്ളൂ. നല്ല മധുരം വേണമെങ്കിൽ ഒരു 5 വെച്ച് ശർക്കര വേണം ഒരു കപ്പിന്. അപ്പം ഈ ശർക്കര പനിയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഈ ചക്ക സീസൺ ആകുമ്പോൾ പിന്നെ നമ്മൾ വരട്ടി വെക്കാറുണ്ട്, ഹൽവ ഉണ്ടാക്കും. പിന്നെ ഇതേപോലെ പഴുത്ത ചക്ക പൾപ്പാക്കിയൊക്കെ വെക്കും. അത് പിന്നീട് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ഞാൻ റെസിപ്പിയൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ നമ്മൾ എങ്ങനെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതിൻ്റെ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 1.5 ടേബിൾ സ്പൂൺ സാവോനരി കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അതും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിപ്പോൾ നമ്മൾ സാവോനരി ചേർക്കാതെയാണ് നമ്മൾ ഈ ചക്കപ്പായസം ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയോടൊപ്പം തന്നെ ചുക്ക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളതിൽ 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ അതൊഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ആവാനും വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞത് സാവോനരി ചേർത്തത് കൊണ്ടാണ് നമ്മൾ ഏലക്കാപ്പൊടി മാത്രം ചേർക്കുന്നത്. ചക്ക മാത്രമാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നതെങ്കിൽ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അത് തിളച്ചതിന് ശേഷം നമുക്ക് ഫസ്റ്റ് പാൽ, നമ്മൾ തമ്പാലെന്ന് പറയും, അപ്പോൾ 1ാം പാലോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കാൻ പാടില്ല. സൈഡിൽ നിന്നൊക്കെ ഒരു ചെറിയ തള വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കാഷ്യൂ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ചുള്ള കാഷ്യൂ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഈ പായസത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഈസി ആയിട്ടുള്ളൊരു പായസമായിട്ടത്. ഇപ്പോൾ വറവൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പായസം റെഡി ആകുമ്പോൾ നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നല്ല. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ബിക്കാസ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതിലേക്കും എല്ലാവർക്കും അസ്സലാമ.